അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വബഅദ്. പരിശുദ്ധ ഖുർആനിലെ വചനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഉന്നതമായ പാഠങ്ങളാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മെ ഏറെ ഭയപ്പെടുത്തേണ്ടുന്ന ഒരു വചനവും അതേപോലെ തന്നെ നമുക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന മറ്റൊരു വചനവുമാണ് ഇന്നത്തെ ദർസിൽ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ഉദ്ദേശിക്കുന്നത്. ഇബ്നു മാജ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അശ്ആസ് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, കാന ബൈനി വബൈന റജുലിൻ മിനൽ യഹൂദി അർദുൻ ഫജഹദനി. ഞാനും എൻ്റെ അയൽവാസിയായ യഹൂദനും തമ്മിൽ ഞങ്ങൾക്ക് തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു അർള് ഭൂമി ഉണ്ട്. മറ്റൊരു റിവായത്തിലുള്ളത് ഒരു കിണർ എന്നാണ്. അങ്ങനെ അതിൽ ഞങ്ങൾ തമ്മിൽ തർക്കത്തിലായി. ഫഖദ്ദംതുഹു ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഈ വ്യക്തിയെയും കൊണ്ട് ഞാൻ നബിയുടെ അടുക്കൽ ചെന്നു. ഫഖാല ലി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂല് ചോദിച്ചു, ഹല്ലക ബയ്യിന, താങ്കളുടെ അടുക്കൽ എന്തെങ്കിലും ബയ്യിനത്ത്, തെളിവുകൾ, ഡോക്യുമെൻറ്റ്സ് ഉണ്ടോ എന്ന് ഈ സ്വഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. അദ്ദേഹം പറഞ്ഞില്ല, അങ്ങനെ രേഖകളൊന്നുമില്ല, പക്ഷേ അതെൻ്റെതാണ്, ആ ഭൂമി എൻ്റെതാണ്. ഖാലലിൽ യഹൂദി, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ യഹൂദനോട് പറഞ്ഞു, ഇഹ്ലിഫ്, എങ്കിൽ നീ അള്ളാഹുവിൻ്റെ പേരിൽ സത്യം ചെയ്യാൻ പറഞ്ഞു. ഖുൽതു, അപ്പോൾ ഞാൻ പറയുകയാണ്, ഇദൻ യഹ്ലിഫു ഫീഹി ഫയദ്ഹബു ബിമാലി, അങ്ങനെയാണെങ്കിൽ യഹൂദനാണ്, അവൻ അള്ളാഹുവിൻ്റെ പേരിൽ സത്യം ചെയ്യുന്നതിന് വലിയ മടിയൊന്നും ഉണ്ടാവുകയില്ല, എൻ്റെ സ്വത്തും കൊണ്ട് അവൻ പോവുക തന്നെ ചെയ്യും. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ആലു ഇമ്രാനിലെ 77-ാമത്തെ വചനം അവതരിപ്പിച്ചു എന്നാണ്. അതേപോലെ തന്നെ മറ്റൊരു റിവായത്തിലുള്ളത്, ഖാസംതു റജുലൻ ഫീ ബിഇരിൻ ഇലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാനും ഈ പറഞ്ഞ വ്യക്തിയും തമ്മിൽ ഒരു കിണറിൻ്റെ വിഷയത്തിൽ തർക്കത്തിലായി. അങ്ങനെ ഞങ്ങൾ നബിയുടെ അടുക്കലെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബയ്യിനതുക ഔ യമീനു, ഒന്നെങ്കിൽ താങ്കൾ തെളിവ് തരിക, അല്ലെങ്കിൽ യഹൂദൻ സത്യം ചെയ്യട്ടെ. ഖുൽതു, അപ്പോൾ ഞാൻ പറഞ്ഞു, ഇദൻ യഹ്ലിഫു വഹുവ ആസിമുൻ, എങ്കിൽ അവൻ്റെ അടുക്കലാണ് അനീതിയുള്ളത്, എന്നാലും അവൻ സത്യം ചെയ്ത് എൻ്റെ ധനം കൊണ്ടുപോകും എന്ന് ഞാൻ പറയുകയുണ്ടായി. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ആലു ഇമ്രാനിലെ 77-ാമത്തെ ആയത്ത് അവതരിപ്പിച്ചു. ആ ആയത്ത് ഇങ്ങനെയാണ്. അതിൽ 5 ഗൗരവപ്പെട്ട കാര്യങ്ങളാണ് ഒരാളുടെ മുതൽ, ഒരാളുടെ സമ്പത്ത്, സ്വത്ത് അന്യായമായി കൈക്കലാക്കുന്നവർക്കുള്ള ശിക്ഷയെക്കുറിച്ച്, അഥവാ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ നടുങ്ങി വിറയ്ക്കുകയും പേടിക്കുകയും ഒരു നിലക്കും അതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുകയും വേണം. മറ്റൊരാളുടെ സമ്പത്ത്, ഒരു ദീനാർ, ഒരു ദിർഹം നമ്മുടെ പോക്കറ്റിലാവാതിരിക്കാൻ അവർ ശ്രദ്ധിക്കണം. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്? ഇന്നല്ലദീന, നിശ്ചയം ഒരു കൂട്ടർ, യശ്തറൂന ബിഅഹ്ദില്ലാഹ്, അള്ളാഹുവിൻ്റെ കരാറുകൾ അവർ വിൽപ്പന നടത്തുന്നു. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പേരിൽ സത്യം ചെയ്തു പറയുക, കളവിന് വേണ്ടി. വ ഐമാനിഹിം, അതേപോലെ തന്നെ അവരുടെ യമീനുകളെ, സത്യങ്ങളെയും അവർ വിൽപ്പന നടത്തുന്നു. കരാറുകളെയും സത്യങ്ങളെയും അവർ വിൽപ്പന നടത്തുന്നു. പകരം കിട്ടുന്നത് എന്താണ്? സമനൻ ഖലീല, തുച്ഛമായ ലാഭത്തിന് വേണ്ടി. ഏതാണ് ഈ തുച്ഛമായ ലാഭം? ദുനിയാവിലെ വിഭവങ്ങളാണ്. അതെത്രയുണ്ടെങ്കിലും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അത് സമനുൻ ഖലീൽ. അപ്പോൾ വളരെ തുച്ഛമായ ദുനിയാവിലെ നേട്ടങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ കരാറുകൾ, സത്യങ്ങളെ, വാഗ്ദാനങ്ങളെ, ഐമാനുകളെ വിൽപ്പന നടത്തുന്ന ആളുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഉലൈക ലാ ഖലാഖ ലഹും ഫിൽ ആഖിറ, പരലോകത്ത് അവർക്ക് ഒരു ഓഹരിയും ഉണ്ടാവുകയില്ല, നന്മയിൽ നിന്നുള്ള ഒരു ഓഹരിയും അവർക്ക് ഉണ്ടാവുകയില്ല. 1, വലാ യുകല്ലിമുഹുമുല്ലാഹ്, അള്ളാഹു അവരോട് സംസാരിക്കുകയില്ല. എന്ന് പറഞ്ഞാൽ ഖിയാമത്ത് നാളിൽ അള്ളാഹു സംസാരിക്കും അവൻ്റെ അടിമകളോട്, വിശ്വാസികളോട്.
ഒരു തർജുമാൻ ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഒരു മുത്തർജിം, ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ട ഒരാളുണ്ടാവില്ല എന്നാണ്. എല്ലാ മനുഷ്യരോടും അള്ളാഹു സംസാരിക്കും, എല്ലാ വിശ്വാസികളോടും അള്ളാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കും. പക്ഷേ ഇവരോട് സംസാരിക്കൂല. അള്ളാഹു മഹ്ശറിൽ സംസാരിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ വലാ യുകല്ലിമുഹുമുല്ലാഹ്, അള്ളാഹു അവരോട് സംസാരിക്കൂല. 2, 3 വലാ യൻളുറു ഇലൈഹിം യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അള്ളാഹു അവരെ നോക്കുക പോലുമില്ല. അള്ളാഹു എല്ലാം കാണുന്നവനാണ്. ഈ നോട്ടം അള്ളാഹുവിൻ്റെ പരിഗണനയുടെ നോട്ടമെന്നാണ് മുഫസ്സിരിങ്ങൾ അർത്ഥം പറഞ്ഞത്. പരിഗണനയുടെ ഒരു നോട്ടമുണ്ട് റബ്ബിന് മഹ്ശറിൽ. അങ്ങനെ അള്ളാഹു നോക്കുകയേയില്ല. വലാ യുസക്കീഹിം, 4 അള്ളാഹു അവരെ ശുദ്ധീകരിക്കുകയേയില്ല. മഹ്ശറിൽ അള്ളാഹു ശുദ്ധീകരിച്ചിട്ടില്ലെങ്കിൽ ധാരാളം ആളുകൾ അള്ളാഹു ശുദ്ധീകരിച്ച് സ്വർഗത്തിലാക്കും. വലാ യുസക്കീഹിം, അള്ളാഹു അവരെ ശുദ്ധീകരിക്കുകയില്ല. 5 വലഹും അദാബുൻ അലീം, വേദനയേറിയ ശിക്ഷ അവർക്കുണ്ടാകും. 5 കാര്യങ്ങളാണ് പറഞ്ഞത്. ഈ ആയത്ത് ഓതിയതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഹലഫ അലാ യമീനി സബ്രിൻ ഹുവ ഫീഹാ ഫാജിർ, അക്രമിയായിക്കൊണ്ട് ആരെങ്കിലും കള്ളസത്യം പറഞ്ഞാൽ ലിയഖ്തതിഅ ബിഹാ മാലൻ, ഒരു സമ്പത്ത് തട്ടിയെടുക്കാൻ വേണ്ടി, ലഖിയല്ലാഹു അസ്സ വജൽ വഹുവ അലൈഹി ഗദ്ബാൻ, അള്ളാഹുവിനെ അവൻ കണ്ടുമുട്ടുന്നത് റബ്ബ് അവൻ്റെ മേൽ അങ്ങേയറ്റം കോപിക്കുന്ന അവസ്ഥയിലായിരിക്കും. അത്രമാത്രം റഹ്മാനായ റബ്ബിന് അത്തരം ആളുകളോട് കോപമുണ്ടാകും. മറ്റു ചില മുഫസ്സിരിങ്ങൾ രേഖപ്പെടുത്തിയത് ഈ ആയത്തിറങ്ങാനുള്ള പശ്ചാത്തലം മറ്റൊന്നാണ് എന്നാണ്. എന്നാൽ ഉലമാക്കൾ പറഞ്ഞു, പരിശുദ്ധ ഖുർആനിൽ 1-ലധികം സംഭവങ്ങൾക്ക് വേണ്ടി ഒരായത്തിറങ്ങും, എല്ലാറ്റിൻ്റെയും ആശയം ഒന്നായിരിക്കും. അപ്പോഴാണ് അങ്ങനെ ആയത്തിറങ്ങുന്നത്. അതേതാണ്? കച്ചവടക്കാരുമായി ബന്ധപ്പെട്ടാണ് എന്നാണ്. ഏതാണ് വിഷയം? 20 ദിർഹമിൻ്റെ ഒരു സാധനമായിരിക്കും ആ വ്യക്തി വാങ്ങിയിട്ടുണ്ടാവുക. വിൽപ്പന നടത്തുമ്പോൾ പറയും, ഞാൻ എനിക്കുള്ള മുടക്ക് 50 ദിർഹംസാണ്, ഞാൻ 50 ദിർഹംസിന് വാങ്ങിയതാണ്, അതുകൊണ്ട് എനിക്ക് 60 കിട്ടണം. സത്യത്തിൽ വാങ്ങിയത് 10 ദിർഹംസിനായിരിക്കും. എന്നിട്ട് കളവ് പറയുന്നു എന്ന് മാത്രമല്ല, വല്ലാഹി എന്നും പറയും. വല്ലാഹി ഞാനിത് വാങ്ങിയത് 50 ദിർഹംസിനാണ്, അതുകൊണ്ട് എനിക്ക് ഇത്ര ലാഭം കിട്ടണം. പക്ഷെ അതിനേക്കാൾ എത്രയോ താഴെയുള്ള കോസ്റ്റിലായിരിക്കും സംഭവം കിട്ടിയിട്ടുണ്ടാവുക. ഇങ്ങനെ തൻ്റെ മുതൽ വിൽക്കാൻ വേണ്ടി അള്ളാഹുവിനെ പിടിച്ച് സത്യം പറയാം. അതാണ് സമനൻ കലീല. ഈ തുച്ഛമായ ദീനാറിനും ദിർഹമിനും വേണ്ടിയാണ് ഈ പെരും നുണ പറയുന്നത്. അതും റബ്ബിനെ കൂട്ട് നിർത്തിക്കൊണ്ട്. അവർക്കാണ് കഠിനമായ ഈ 5 ശിക്ഷയുള്ളത്. ഇബ്നു ഹിബ്ബാൻ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സഹീഹിൽ പറയുകയാണ്, അബ്ദുല്ലാഹ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു പറയാണ്, ജാഅ അഅറാബിയുൻ ഇല റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല യാ റസൂലല്ലാഹ് മൽ കബായിർ. ഒരു അറാബിയായ മനുഷ്യൻ നബിയുടെ അടുക്കൽ വന്നിട്ട് ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലെ, വൻപാപങ്ങൾ ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഇശ്റാഖു ബില്ലാഹ്, അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ്. അദ്ദേഹം ചോദിച്ചു, സുമ്മ മാദ, പിന്നെ എന്താണ്? സുമ്മ ഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളോട് മോശമായി പെരുമാറലാണ്. അദ്ദേഹം ചോദിച്ചു വീണ്ടും, സുമ്മ മാദ, പിന്നെ എന്താണ്? സുമ്മൽ യമീനുൽ ഗമൂസു, അത് യമീനുൽ ഗമൂസാണ്. ചോദിക്കപ്പെട്ടു, എന്താണ് ഈ യമീനുൽ ഗമൂസ് എന്ന് പറഞ്ഞാൽ? അഥവാ അല്ലദീ യഖ്തതിഉ മാല ഇംരിഇൻ മുസ്ലിമിൻ, ഒരു മുസ്ലിമിൻ്റെ സമ്പത്ത് മുറിച്ചെടുക്കലാണത്. ബി യമീനിൻ വഹുവ ഫീഹാ കാദിബുൻ, കളവാണ് പറയുന്നത്, എന്നിട്ടും അള്ളാഹുവിൻ്റെ പേരിൽ സത്യം ചെയ്യുന്നതിനാണ് അൽ യമീനുൽ ഗമൂസ്, വഞ്ചനയുടെ സത്യം ചെയ്യലെന്ന് പറയുന്നത്. പടച്ചറബിൻ്റെ പേരിലാണ് പറയുക, പക്ഷെ കളവാണ് പറയുന്നത്. എന്തിനാണ് ഈ കളവ് പറയുന്നത്? ഒരു ദീനാർ, ഒരു ദിർഹം, അല്ലെങ്കിൽ ഒരാളുടെ ഭൂമിയിൽ നിന്നൊരല്പം തൻ്റേതാക്കി മാറ്റാൻ വേണ്ടി. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഓഹരിയും നൽകാത്ത, റബ്ബ് സംസാരിക്കാത്ത, റബ്ബ് നോക്കാത്ത, റബ്ബ് ശുദ്ധീകരിക്കാത്ത, വേദനയേറിയ ശിക്ഷയുണ്ട് എന്ന് പറയുന്ന ആ ആളുകളിൽ ഒരിക്കലും ഞാനും നിങ്ങളും ഉൾപ്പെടാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഉറപ്പ് വരുത്തേണ്ടത്, ഒരു കാരണവശാലും എനിക്ക് അർഹതപ്പെടാത്തതൊന്ന് മറ്റൊരാളുടെ ഹക്ക് ഞാൻ കൈമുതലാക്കുകയില്ല, അതിനുവേണ്ടി ഞാൻ കളവ് പറയുകയില്ല, അതിനുവേണ്ടി ഞാൻ കള്ളസത്യം ചെയ്യുകയില്ല എന്ന് ഞാനും നിങ്ങളും തീരുമാനിക്കണം. ഇല്ലെങ്കിൽ വലിയ അപകടമാണ്.